അമ്മ ആദ്യമൊന്നും അഭിയുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തിരുന്നില്ല. പക്ഷെ നിരന്തരം അഭിയുടെ ഉപദേശങ്ങൾ വന്നു തുടങ്ങിയപ്പോ എവിടെയൊക്കെ അമ്മയ്ക്ക് ചാഞ്ചാട്ടം ഉണ്ടായി. അതാണ് അഭി മുതലാക്കിയത്. എന്നിട്ടോ അവളെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അമ്മയുടെ കൈവിട്ട് പോവുകയും ചെയ്തു. അതിന്റെയൊക്കെ ഫലമാണ് ഇന്ന് കമ്പനി രണ്ടായതും ഒരു വീട്ടിൽ തന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ ശത്രുസ്ഥാനത്ത് കാണേണ്ടി വന്നതും. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആദർശേട്ടാ. എന്തോ എടുത്തുചാട്ടവും തെറ്റിദ്ധാരണയും കൊണ്ട് അഭിചേച്ചി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്ന് കരുതിയാൽ മതി. ഇതൊക്കെ കുറച്ചു കഴിയുമ്പോൾ മാറും, തിരിച്ചറിവുണ്ടാവും. അന്ന് അഭിചേച്ചി ആദർശേട്ടൻ വിചാരിക്കുന്നതിനേക്കാളും നല്ലൊരു വ്യക്തിയായിട്ട് മാറും. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. തനിക്കും അത് നടക്കില്ല എന്നറിയാം. നടക്കില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ആദർശേട്ടാ. ഒരാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ അധിക സമയമൊന്നും വേണ്ട. ചൊട്ടയിലെ ശീലം ചൊടല വരെയെന്ന. എവിടെ എന്ത് സംഭവിച്ചാലും അഭിയുടെ സ്വഭാവം മാറില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളാ നമ്മുടെ ചിന്തകളായിട്ട് മാറുന്നേ. ആ ചിന്തകളാ സ്വഭാവമായിട്ട് ഉറയ്ക്കുന്നേ. പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായ ചിന്തകൾ മാറും, സ്വഭാവവും മാറും. ഒരു ചെറുവട്ടത്തിൽ കിടന്ന് ജീവിതം തള്ളി നീക്കിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഒരു കഷ്ടപ്പാടും കൂടാതെ നേടിയിട്ടുള്ള അഭിക്ക് ഇനി എന്ത് അനുഭവം ഉണ്ടാവനാ മീര? അതൊന്നും എനിക്കറിയില്ല. ഭാവിയിൽ ആർക്കെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് അഭിചേച്ചിക്ക് മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അഭിയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ താൻ പറഞ്ഞ പോലെ സംഭവിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. ഇത്രയും നാളും അഭിയുടെ വാശിയും കുറുമ്പുകളും എല്ലാം ഒരു തമാശയായിട്ട് മാത്രം കണ്ട് ആസ്വദിച്ചിരുന്ന ആളാണ് ഞാൻ. അത് ഇത്രയും ടോക്സിക്കായി മാറുമെന്ന് ഞാനന്ന് തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അന്നേ അഭിയെ തിരുത്തിയനെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ സംഭവിക്കേണ്ടതെന്ന് ഈശ്വരൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അതേ സംഭവിക്കൂ. അഭിചേച്ചിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ച് അല്ലലൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മുജ്ജന്മത്തിലെ പുണ്യങ്ങളുടെ ഫലമാ. അപ്പോ ഞാൻ പോയ ജന്മങ്ങളില് വലിയ പാപങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതല്ലേ അഭിക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കും കിട്ടിയിട്ടും ജയിലിലടക്കം കിടക്കേണ്ടി വന്നത്. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വന്നുവെങ്കിലും ഒടുവിൽ എല്ലാവർക്കും സത്യം മനസ്സിലായി ആദർശനെ വെറുതെ വിട്ടില്ലേ? അതൊരു അനുഗ്രഹമല്ലേ? പിന്നെ ജയിലിൽ കിടന്നതൊന്നും ഒരു കുറവായിട്ട് കാണണ്ട. ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത് കാരാഗ്രഹത്തിലല്ലേ? പിന്നെ എത്രയോ മഹാന്മാര് ജയിലിൽ കഴിഞ്ഞിരിക്കുന്നു. താൻ എന്നെ ആശ്വസിപ്പിക്കാൻ വലിയ വലിയ ആൾക്കാരൊന്നും കൂട്ടുപിടിക്കണ്ട. എന്റെ കർമ്മദോഷങ്ങളുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. അതെനിക്കറിയാം. കഴിഞ്ഞത് കഴിഞ്ഞു. അതോർത്ത് എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവുന്ന കാണുമ്പോൾ എൻ്റെ സമാധാനം നഷ്ടപ്പെടുക. അതിനൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല. എല്ലാം ശരിയാവും ആദർശേട്ടാ. ശരിയായാ മതി. നമ്മളെ ബാധിക്കുന്ന ഏത് ദോഷങ്ങളും മാറ്റാൻ ഭഗവാന് കഴിയും. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഏകാഗ്രമായ മനസ്സോടെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച അതിന് പരിഹാരം ഉണ്ടാവാതിരിക്കില്ല. ആദർശേട്ടന് ഭക്തിയിലൊന്നും വലിയ വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. താൻ എൻ്റെ ജീവിതത്തിൽ വന്ന ശേഷം അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എങ്കിൽ നമുക്ക് കുടുംബക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിച്ചു തൊഴാം. നാളെ അവിടെ പൂജ ചെയ്യേണ്ട ദിവസം. ആദർശേട്ടൻ എന്റെ കൂടെ വരുമോ? വരാം. പ്രാർത്ഥന മനസ്സിന്റെ ഭാരം കുറയ്ക്കും. ദിവസവും സന്ധ്യാനാമം ചൊല്ലുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. അതിനുള്ള കഴിവും സാമർഥ്യവും ഭഗവാൻ അവർക്ക് കൊടുക്കും. ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ആർക്കാ സന്ധ്യാനാമമൊക്കെ ജപിക്കാൻ സമയം? ശരിയാ. അങ്ങനെ തിരക്കുള്ളപ്പോ കിട്ടുന്ന സമയത്ത് എപ്പോഴെങ്കിലും ക്ഷേത്ര ദർശനമൊക്കെ നടത്തണം. ഈശ്വരനെ അറിയാൻ പ്രാർത്ഥനയും നാമജപവും ഒക്കെ കൊണ്ടേ കഴിയൂ. അങ്ങനെ കിട്ടുന്ന അറിവേ മനസ്സിന് സമാധാനവും തരൂ. നാളെ തൻ്റെ ഒപ്പം ഞാനും വരാം. അമ്മ വഴക്ക. ഉടനെ എന്റെ വിവാഹം നടത്തണമെന്നൊക്കെ പറയുന്നേ. അങ്കിൾ എന്ത് പറയുന്നു? അച്ഛന് പാതി മനസ്സാ. ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് അമ്മയും ഞാനും തമ്മിൽ വഴക്കിട്ട് എന്റെ ശ്രദ്ധ റിസർച്ചിൽ നിന്ന് മാറുമെന്നുള്ള ചിന്തയൊക്കെ അച്ഛന്. അങ്കിള് തൻ്റെ കരിയറിന് അത്ര ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. അല്ലെങ്കിലും അങ്കിള് പറയുന്നതാണ് ശരി. ഇന്നത്തെ കാലത്ത്
പെൺകുട്ടികൾക്ക് വിവാഹത്തേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്വന്തം കരിയറിന് തന്നെ. സൂരജിന്റെ ചിന്തയും ആ വഴിക്കാണല്ലോ. എൻ്റെ അമ്മ എപ്പോഴും പറയും, അച്ഛൻ മരിച്ചു കഴിഞ്ഞ് എന്നെയും കൊണ്ട് ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു വന്ന്. സ്വന്തമായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് ചിന്തിച്ച് ഒത്തിരി കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. ഹരിയച്ഛനൊരു പാവമായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടി. അത്രയും നല്ലൊരു സ്വഭാവം ഇല്ലാത്ത ഒരാളെയായിരുന്നു അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം എന്തായാലും. ഇപ്പൊ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്തിനാ അതൊക്കെ ഓർത്ത് ടെൻഷനാവുന്നേ? ഞാൻ ടെൻഷനായതൊന്നും അല്ലടോ. താൻ തൻ്റെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഒന്നുകൂടെ പറഞ്ഞതാ. അത് ഞാൻ ചെയ്യും സൂരജ്. ഇന്നത്തെ കാലത്ത് നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെട്ടാലേ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റൂ. എല്ലാ ഉത്തരവാദിത്തങ്ങളും സൂരജ് തനിയെ നോക്കി കഷ്ടപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ അമ്മയുടെ ഈ പിടിവാശിയാ. അമ്മ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതിരുന്നിരുന്നെങ്കിൽ ടെൻഷൻ ഇല്ലാതെ കുറച്ചു കാലം കൂടി പോയേനെ. താൻ ടെൻഷനാവാതെ, എന്തായാലും നമ്മൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തേ പറ്റൂ. അത് ഇത്തിരി നേരത്തെ ആയി എന്ന് കരുതിയാൽ മതി. ആരാലോചനയുമായി വന്നാലും ഞാൻ നമ്മുടെ കാര്യം അവരോട് പറയും. എടോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ലേ? ഞാനത് പറയാതെ പെണ്ണ് കാണാൻ വരുന്ന ആൾക്ക് പ്രതീക്ഷ കൊടുത്ത് ആലോചന മുന്നോട്ട് പോകുന്നത് തെറ്റാ. അവസാനം അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ ഞാൻ കുറ്റബോധത്തോടെ നിൽക്കേണ്ടി വരും. താൻ പറഞ്ഞത് വളരെ ശരിയാ. ഞാൻ ആ ഒരു ആംഗിളിൽ ചിന്തിച്ചില്ല. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ വേദനിപ്പിക്കുന്നത് ശരിയല്ലടോ. പക്ഷെ ചിലരോട് നമ്മളിത് പറഞ്ഞാലും സാരമില്ലെന്ന് പറഞ്ഞ് ആലോചന മുന്നോട്ട് കൊണ്ടുപോകും. എന്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതാ. എന്നിട്ട് എന്ത് ചെയ്തു? അവള് മാക്സിമം പറഞ്ഞു നോക്കി, അയാൾ പിന്മാറിയില്ല. വീട്ടിലും പറഞ്ഞു, വീട്ടുകാരും സമ്മതിച്ചില്ല. നിർബന്ധിച്ച് വിവാഹം നടത്താൻ തുടങ്ങി. അവസാനം വിവാഹത്തിന്റെ തലേന്ന് അവള് ലവറിന്റെ കൂടെ പോയി. ആ കല്യാണ പയ്യൻ നഷ്ടപരിഹാരത്തിനും വിശ്വാസവഞ്ചനയ്ക്കും പെണ്ണിന്റെ വീട്ടുകാർക്കെതിരെ കേസും കൊടുത്തു. അവിടെ അവരെ രക്ഷിച്ചത് അവള് തിരിച്ചു വന്ന് അയാൾക്കയച്ച മെസ്സേജ് എല്ലാം കാണിച്ചിട്ടാ. മെസ്സേജ് കണ്ടപ്പോ കേസ് നിൽക്കില്ല എന്നറിഞ്ഞ് പയ്യൻ പിന്മാറി കാണുമല്ലേ? അതെ. പക്ഷെ പിന്നീട് അയാൾ ഇടയ്ക്കെപ്പോഴും വിളിച്ച് ശല്യം ചെയ്തിരുന്നെന്നും പിന്നെ അയാൾ ഒരു സൈക്കോ ആണെന്ന് മനസ്സിലായതെന്നും അവള് പറഞ്ഞു. അന്നാ വിവാഹം എങ്ങാനും നടന്നിരുന്നെങ്കിൽ അവളുടെ ജീവിതം പോയേനെ. അതെ, അത് തിരിച്ചറിഞ്ഞപ്പോ വീട്ടുകാരുടെ പിണക്കം മാറി. ഇപ്പൊ എല്ലാം സെറ്റാ. ഓഹ്, നമ്മുടെയൊക്കെ അവസ്ഥ ഇനി എന്താവോ എന്തോ അറിയില്ല. എന്തായാലും ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും. അത് ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റാതെ വന്നാ ഞാൻ എൻ്റെ ഡാൻസുമായി മുന്നോട്ട് പോകും. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മൾ എന്തായാലും ഒന്നിച്ച് തന്നെ ഉണ്ടാവോടോ. ഞാനും തന്നെ ഉപേക്ഷിച്ച് എങ്ങും പോവില്ല. അത് മതി. നമുക്ക് രണ്ടുപേർക്കും ആ ഉറപ്പുണ്ടല്ലോ. ഇനി ഭഗവാൻ നമ്മുടെ കൂടെ നിന്നോളും. ഇന്ന് കുടുംബക്ഷേത്രത്തിൽ പൂജയുണ്ട്. മീര എത്തിയിട്ടുണ്ടാവും. അച്ഛൻ എന്റെ കൂടെ വരാന്ന് പറഞ്ഞതാ. എന്തോ അത്യാവശ്യമുള്ളത് കൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കൃഷ്ണപുരത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോയാലോ? പോവാം. മീരയോട് എന്ത് പറയും? അത് നമുക്ക് പോകുന്ന വഴി ആലോചിക്കാം.
വർക്കുകളെല്ലാം കെടുത്തി പൂട്ടിപ്പോയിക്കോ. ശരി. ഭഗവാനെ, മീര ഇന്നിവിടെ പൂജയുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതാ ഞാൻ വന്നത്. ദാ പൂജ കഴിഞ്ഞ് ഞാനിങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. ആദർശനൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് കരുതി. എവിടെ ആദർശ് വന്നില്ലേ? ഇല്ല, ആദർശന് വരാൻ പറ്റിയില്ല. ഇന്ന് വരുമെന്ന് പറഞ്ഞ ആർക്കും വരാൻ പറ്റിയില്ല. അച്ഛനും എന്തോ അത്യാവശ്യമായിട്ട് പോയേണ്ടി വന്നു. അമ്മാവനും വിദ്യയും വരുമെന്ന് പറഞ്ഞിരുന്നതാ, അവരെയും കണ്ടില്ല. അതങ്ങനെയാ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ലല്ലോ ഓരോന്നും സംഭവിക്കുക. ഓരോരുത്തർക്കും ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അപ്രധാനമായവ മാറ്റിവെക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവിക. പക്ഷെ ആർക്കൊക്കെ എന്തൊക്കെ തിരക്ക് വന്നാലും മീരയ്ക്ക് അതൊന്നും ബാധിക്കുന്നില്ലല്ലോ. കൃത്യമായി മീര പൂജ ചെയ്തിരിക്കും. എനിക്കെല്ലാം ഭഗവാനല്ലേ മൂന്തേട്ട. അതുകൊണ്ട് എന്റെ കഴിവിന്റെ പരമാവധി ഒരു പൂജയും മുടക്കം വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. പിന്നെ അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. അല്ലാതെ ഞാൻ മാത്രം വിചാരിച്ചാ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് സത്യമാണ്. എന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് എപ്പോഴും ഒരു ടെൻഷനാ. അതെന്താ? ഈ വിഗ്രഹം എന്റെ ഒപ്പം വീട്ടിലുണ്ടായിരുന്നല്ലേ, ഇപ്പോ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കായിട്ടിരിക്കല്ലേ. മാസത്തിൽ ഒരു ദിവസം മാത്രം എനിക്ക് പൂജിക്കാൻ സാധിക്കുന്നത്. എന്നും എന്റെ അടുത്ത് എന്റെ കൂടെ ഈ വിഗ്രഹം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ. അങ്ങനൊരാഗ്രഹം മീരയ്ക്കുണ്ടെങ്കിൽ അതും സാധിച്ചേക്കും. പക്ഷേ എന്ന്, എങ്ങനെ, എപ്പോൾ, ഇതൊന്നും എനിക്കറിയില്ല. ഭഗവാനെ, മൂന്നെണ്ണം എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ പ്രതിഷ്ഠിച്ച വിഗ്രഹം എങ്ങനെ ഇനി എന്റെ അടുത്ത് വരിക? ഭഗവാന് സാധിക്കാത്തതായി എന്താണ് മീര ഉള്ളത്? തന്റെ ഭക്തിയുടെ ആഗ്രഹം അത് എന്തു തന്നെ ആയാലും അത് സാധിച്ചു കൊടുക്കേണ്ടത് ഭഗവാന്റെ കടമയും ഉത്തരവാദിത്വം അല്ലേ? അത് ഭഗവാൻ നോക്കിക്കോളും. മൂന്നെണ്ണി പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വിശ്വസിക്കണ്ട. പക്ഷെ മീരയുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ അത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വിശ്വാസക്കുറവുമില്ല. മീരയുടെ മുത്തശ്ശിയുടെ തറവാട്ടിലുള്ളവർ പൂജിച്ചിരുന്ന വിഗ്രഹം നഷ്ടപ്പെട്ടു പോയതല്ലേ. പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞാണ് മീരയ്ക്ക് അത് തിരികെ കിട്ടിയത്. അത് വീട്ടിൽ നിന്ന് പോയിട്ടും വീണ്ടും ഇവിടെ തിരിച്ചു വന്നില്ലേ? ഇതിനിടയ്ക്ക് മീര എത്ര പ്രാവശ്യം വിഗ്രഹം തിരികെ കിട്ടാൻ വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരിക്കലും ഇനി കിട്ടില്ലെന്ന് പോലും വിശ്വസിച്ചില്ലേ? സത്യം, അതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നും. ജീവിതത്തിൽ അവിശ്വസനീയമായ എന്തൊക്കെയാ സംഭവിക്കുന്നല്ലേ. അതുപോലെ ഇനിയും സംഭവിച്ചേക്കാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആവോ, അറിയില്ല. പിന്നെ ഭഗവാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് കരുതി മീര വിഷമിക്കണ്ട. ഭഗവാൻ വസിക്കുന്നത് ഭക്തരുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഈശ്വരനുണ്ട്. തേടുന്നവർക്ക് ഭഗവാനെ കാണുകയും ചെയ്യും. ഓരോ രൂപത്തിലും ഭാവത്തിലും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അറിയാത്തതും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഓരോന്ന് പറയുന്നതാ. മീരയ്ക്ക് അറിവില്ലായ്മയൊന്നുമില്ല. ഓരോ ഭക്തരും ഓരോ രൂപത്തിലാണ് ഭഗവാനെ കാണുന്നത്. ആ ഭാവത്തിൽ അവർ പൂജിക്കും, പ്രാർത്ഥിക്കും. അതേ രീതിയിൽ പെരുമാറുകയും ചെയ്യും. അത് നിഷ്കളങ്കമായ ഭക്തിയാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടവും അതുതന്നെയാണ്. അതുകൊണ്ട് സ്വന്തം ചിന്തകൾ തെറ്റാണെന്നുള്ള ചിന്ത ഒരിക്കലും വേണ്ട. ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് സന്തോഷ, മനസ്സ് നിറയും. മീര സന്തോഷമായിട്ടിരിക്കണം, അതാണ് എന്റെയും സന്തോഷം. എന്നാൽ ഇനി തന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ ഈ ഭാഗത്ത് വന്നപ്പോ മീര പൂജയുടെ കാര്യം പറഞ്ഞതോർത്ത് കയറിയെന്നേ ഉള്ളൂ. ഇവിടെ പൂജ കഴിഞ്ഞ് മൂന്നേട്ട, മൂന്നേണ്ണ എവിടെയാ പോണ്ടെന്ന് വെച്ചാ ഞാൻ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട മീര, ഞാൻ പൊക്കോളാം. എന്നെ കാത്ത് കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടേ. എങ്കിൽ ശരി, മൂന്നേന്റെ ഇഷ്ടം. ഈശ്വരാ. താക്കോല് ഞാൻ പൊക്കോട്ടെ മേഡം. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല, എന്നും ഇവിടെ വൃത്തിയാക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ. പറഞ്ഞോളാം. ശരി. നല്ല ആൾക്കാരാ. പൂജ കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞിട്ടാണോ വരുന്നത്? അച്ഛൻ കൂടെ വരാന്ന് പറഞ്ഞതാ. സമയമായപ്പോ സൈറ്റിൽ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ പോയി. അമ്മാവൻ വരുമെന്ന് പറഞ്ഞിരുന്നു.
കാണാതായപ്പോ എനിക്ക് തോന്നി എന്തെങ്കിലും അത്യാവശ്യം വന്ന് കാണുമെന്ന്. പക്ഷേ സൂരജിനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, അത് ഞാൻ... അതിന്റെ ക്രെഡിറ്റ് എനിക്കാ. ഞാൻ ഇങ്ങോട്ട് വരാൻ നിന്നപ്പോഴാ സൂരജിനെ കണ്ടത്. പിന്നെ എന്നെ കണ്ട് സംസാരിച്ചപ്പോ ഞാനാ സൂരജിനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നേ. പിന്നെ എനിക്കൊരു ഫ്രീ ലിഫ്റ്റ് കിട്ടുമല്ലോ. അതെന്തായാലും നന്നായി. പക്ഷേ രണ്ടുപേരും താമസിച്ചു പോയി. അതാ സങ്കടം. സാരമില്ല, നടയിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ അവിടെ തന്നെ ഉണ്ടല്ലോ. വാ സൂരജ്, തൊഴുതിട്ട് വരാം. മീര, നീ എങ്ങോട്ടോ? വീട്ടിലേക്കാ. ആ ചോദ്യം എന്തിനാന്ന് മനസ്സിലായോ? എന്നെ മീരയെ ഏൽപ്പിച്ചിട്ട് മുങ്ങാനുള്ള പരിപാടിയാ. അത് പറ്റില്ല സൂരജ്. എന്നെ പിക്ക് ചെയ്ത സ്ഥലത്ത് തിരികെ വിട്ടിട്ട് പോയാ മതി. വെറുതെ മീരയെ ചുറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശരി, ഞാൻ കൊണ്ട് വിട്ടോളാം. പോരെ? എന്നാ നമുക്ക് പോയാലോ? കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ശരി. ഹരിയേട്ടൻ മീരയുടെ അടുത്ത് പോയിരുന്നോ? ഇല്ല, പ്രതീക്ഷിക്കാത്ത ചില തിരക്കുകൾ വന്നു, അതുകൊണ്ട് പോവാൻ സാധിച്ചില്ല. ഓ, വരാൻ വൈകിയപ്പോ ഞാൻ കരുതി മീരമോളുടെ അടുത്ത് പോയിരിക്കായിരിക്കുമെന്ന്. ഇന്ന് ക്ഷേത്രത്തിൽ പൂജ ഉണ്ടായിരുന്നോണ്ട് പോണോന്ന് തന്നെയാ കരുതിയത്. പക്ഷെ സാധിച്ചില്ല. അത് സാരമില്ല, മീരയ്ക്ക് കാര്യം മനസ്സിലാവും. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഹരിയേട്ടൻ ചെല്ലാതിരിക്കില്ല എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അവൾക്കറിയാലോ. മീരമോൾ ഒന്നിനും പരാതി പറയില്ല. അതുകൊണ്ടല്ല, കുടുംബക്ഷേത്രത്തിലെ പൂജ എല്ലാവർക്കും വേണ്ടി നടത്തുന്നതല്ലേ. അതിൽ പങ്കെടുക്കുന്ന വലിയൊരു കാര്യമാണ്. അതിന് സാധിക്കാത്തതിലാണ് എനിക്ക് സങ്കടം. പിന്നൊരു സമാധാനമുള്ളത് എനിക്ക് വേണ്ടി സൂരജ് അവിടെ ചെന്നു എന്നുള്ളതാ. സൂരജോ? അതെ. അപ്പൊ സൂരജ് ബീനോട് പറയാതാണോ പോയത്? അതെ, പോകുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ആഹാ, അപ്പൊ പൂജയിൽ പങ്കെടുക്കണമെന്ന് സ്വയം തോന്നിയതാണോ? അതൊരു നല്ല കാര്യമാണല്ലോ. ഞാൻ കരുതിയത് ബീന സൂരജിനെ പറഞ്ഞയച്ചതാവുന്ന. അല്ല ഹരിയേട്ടാ, ഞാനിപ്പോ ഹരിയേട്ടൻ പറഞ്ഞപ്പോഴാ ഈ കാര്യം അറിയുന്ന തന്നെ. ആണോ? സത്യത്തിൽ സൂരജ് ചെന്നു എന്ന് മീര വിളിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ അതൊക്കെ. എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഒരു കൂടപ്പിറപ്പായി നിന്ന് സൂരജ് ചെയ്യുന്നുവെന്നും അവർ രണ്ടുപേരും പരസ്പരം താങ്ങായി നിൽക്കണമെന്നും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആദ്യമൊക്കെ അത് സാധിച്ചില്ലെങ്കിലും ഇപ്പോ സൂരജിന്റെ ഇടയ്ക്കുള്ള മാറ്റം വളരെയധികം സന്തോഷം തരുന്നുണ്ട്. ഞാൻ ഹരിയേട്ടനോട് പറയാറില്ലേ, സൂരജ് ഒരു പാവോ. അവന് ഹരിയേട്ടനോടും മീരയോടും ഒക്കെ വലിയ കാര്യമാ. പിന്നെ പ്രായത്തിന്റെ ഒരു പക്വതക്കുറവ് കൊണ്ട് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് സത്യമാ. അതിപ്പോ അവൻ തിരുത്തുന്നുണ്ട്. അതെ, ഇപ്പോ എനിക്കും ആ വിശ്വാസം തോന്നുന്നുണ്ട്. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും ബീനയ്ക്കും മീരയ്ക്കും താങ്ങായി സൂരജ് ഉണ്ടാവും. എന്തിനാ ഹരിയേട്ട ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? ഹരിയേട്ടന് എന്ത് സംഭവിക്കുമെന്നാ? മനുഷ്യരല്ലേ ബീനെ, ആർക്കെപ്പോ എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത്? ഓ, പിന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ പറയുമ്പോ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ. ഇനിയിപ്പോ ബീനയ്ക്ക് സൂരജിനെ കുറിച്ച് ഓർത്ത് ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും അവന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പാ. സന്തോഷായി ഹരിയേട്ടാ. എന്റെ മോനെ കുറിച്ച് ഹരിയേട്ടൻ ഇങ്ങനൊക്കെ പറയുന്ന കേൾക്കുമ്പോ തന്നെ എന്റെ മനസ്സ് നിറയുക. സൂരജ് എനിക്ക് എന്റെ സ്വന്തം മകൻ തന്നെയാ. അന്നും ഇന്നും ഞാൻ അങ്ങനെ തന്നെയാ സൂരജിനെ കണ്ടിരിക്കുന്നത്. പിന്നെ തെറ്റുകളൊക്കെ പറ്റുമ്പോൾ ഞാനത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
അതെന്റെ കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്കറിയാം. ഹരിയേട്ടൻ സൂരജിന്റെ നന്മയെ കരുതിയ ഓരോന്നും പറഞ്ഞിരുന്നതെന്ന് എന്നെപ്പോലെ തന്നെ സൂരജിനും ഉറപ്പുണ്ട്. സത്യത്തിൽ സൂരജിന്റെ ഈ മാറ്റത്തിനൊക്കെ കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ മീരയാ.